ഹലോ ഫ്രണ്ട്സ്, ക്രിപ്റ്റോവേർഡ് ക്യാപിറ്റൽ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ ഒരു ഹൈലി വോളറ്റൈൽ മാർക്കറ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പ്ലാനിങ്ങും വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയും ക്രിപ്റ്റോയിൽ സക്സസ്ഫുൾ ആകാൻ അനിവാര്യമാണ്. പല കോയിനുകൾക്കും പല റിസ്ക് ആണെന്നും പല പുതിയ നെഗറ്റീവുകൾ ഓരോ ബുൾറണിലും വരുമെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ പോർട്ട്ഫോളിയോയുടെ എത്ര പെർസെൻറ്റേജ് ഏതൊക്കെ കാറ്റഗറിയിൽ അലോക്കേറ്റ് ചെയ്യണം, അതായത് എത്ര പെർസെൻറ്റേജ് സേഫ് അസറ്റ്സിൽ, എത്ര പെർസെൻറ്റേജ് പുതിയ നരേറ്റീവിൽ, എത്ര പെർസെൻറ്റേജ് മീം കോയിൻസിൽ എന്നിവ കറക്റ്റായിട്ട് അറിഞ്ഞാലാണ് വലിയ തട്ടുകളൊന്നും പറ്റാതെ മാക്സിമം ഗെയിനിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇഫ് യു വാണ്ട് ടു നോ എ ബുള്ളറ്റ് പ്രൂഫ് crypto investment strategy, let's dive into detail along with me, Fabian Andrews. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. മൊത്തം ക്രിപ്റ്റോ അസറ്റ്സിനെ നമുക്കതിൻ്റെ റിസ്ക് ബേസ്ഡ് റിട്ടേൺസിൽ മൂന്നായിട്ട് തിരിക്കാം. ഒന്നാമത്തത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള L1, L2 ലെയേഴ്സ്, അതായത് ബിറ്റ് കോയിൻ, എത്തീരിയം, മാറ്റിക്, ഡോട്ട് ഇങ്ങനെയുള്ള കോയിനുകൾ. ഇത് ഒരുപാട് റിട്ടേൺസ് തരില്ലെങ്കിലും റിലേറ്റീവ്ലി സ്റ്റേബിളുമാണ്, ഒരു മിനിമം പ്രൈസ് അപ്രീസിയേഷൻ ഗ്യാരണ്ടീഡുമാണ്. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി കുറച്ചുകൂടി റിസ്ക് കൂടിയ ഹൈ റിവാർഡ്സ് തരാൻ സാധ്യതയുള്ള സെഗ്മെന്റ്സ്. നമ്മൾ പറഞ്ഞു അത് നമ്മൾ ക്രിപ്റ്റോ നരേറ്റീവ്സ്, പുതിയ നരേറ്റീവ്സും കോയിൻ സപ്ലൈ അങ്ങനെയുള്ള കുറച്ച് ഘടകങ്ങൾ നോക്കിയിട്ട് റിലേറ്റീവ്ലി സേഫസ്റ്റ് ആയിട്ടുള്ള കോയിനുകൾ നോക്കി പിക്ക് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. മൂന്നാമത്തത് മീം കോയിൻസ് ആൻഡ് ഷിറ്റ് കോയിൻസ്. അത് വെരി ഹൈ റിസ്ക്, ടു ലൂസ് മണി ആൻഡ് ഹൈ ഗെയിൻസ് ഓൾസോ. ഇങ്ങനെ പൊതുവെ മൂന്നായിട്ട് തിരിക്കാം. അപ്പോൾ ഒരു ബുള്ളറ്റ് പ്രൂഫ് ക്രിപ്റ്റോ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, അതിൻ്റെ കോമ്പിനേഷൻ എന്തൊക്കെയായിരിക്കണം എന്ന് നമുക്ക് നോക്കാം. ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഹൈ റിസ്ക് ഫീൽഡാണ്. ടെക്നിക്കൽ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ ഹാക്കുകൾ വരാം, പിന്നെ ഗവൺമെൻറ് റെഗുലേഷൻസ് വരാം. ഓൾ ദീസ് പോസിബിലിറ്റീസ് എക്സിസ്റ്റ്. അതുകൊണ്ട് നമ്മൾ വി ഷുഡ് ഇൻവെസ്റ്റ് ഓൺലി ദ മണി വി ക്യാൻ അഫോർഡ് ടു ലൂസ്. നിങ്ങളുടെ ജീവിതം റിസ്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്കും യാതൊരു കാരണവശാലും ഇറങ്ങരുത്. അത് ഒന്നാമത്തെ റൂൾ. രണ്ടാമത്തത്, ഒരു എമൗണ്ട്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾക്ക് മനസ്സിൽ വേണം. ഓക്കെ, ഐ എം ഹാപ്പി വിത്ത് ദിസ് എമൗണ്ട് ടു ബി ഇൻവെസ്റ്റഡ്. ചിലപ്പോൾ ബുൾറൺ കാണുമ്പോൾ വി വിൽ ഗോ ഔട്ട് ഓഫ് അവർ മൈൻഡ് ആൻഡ് ട്രൈ ടു പുൾ മണി. അവിടെയാണ് ഭൂരിഭാഗം പേരും ഉണ്ടാക്കിയ ഗെയിൻസും കൊണ്ട് കളയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഒന്ന്, ഈവൻ ഇഫ് യു ലൂസ് കംപ്ലീറ്റ്ലി യുവർ ലൈഫ് വിൽ നോട്ട് ബി ഇൻ ഡേഞ്ചർ. രണ്ട്, ഐ ഹാവ് എ ഫിക്സ്ഡ് എമൗണ്ട്, വാട്ട് എവർ കംസ്, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കളികളേ ഉള്ളൂ. ഇത് രണ്ടും ഫസ്റ്റ് ലെവലിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യണം. ഒന്നാമത്തത്, നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് 20% നമ്മുടെ ഫിക്സ് ചെയ്ത എമൗണ്ടിൻ്റെ 20% വി ഷുഡ് ഇൻവെസ്റ്റ് ഇൻ റിലേറ്റീവ്ലി സോളിഡ് ടോക്കൺസ്. അതായത് ബിറ്റ് കോയിൻ, എത്തീരിയം, ഡോട്ട്, സൊലാന അങ്ങനെ കാലങ്ങളായിട്ട് പ്രൂവൺ ആയിട്ടുള്ള ചെയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് 20% റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടിലേക്ക് മസ്റ്റായിട്ടും വെക്കണം? കാരണം ഒരു ബുൾ റണ്ണിൽ എങ്ങനെ പോയാലും ഈ കോയിനുകൾ മിനിമം ഒരു 5 ഇരട്ടി 6 ഇരട്ടി ആവും. അതായത് എത്തീരിയം ഒക്കെ നെക്സ്റ്റ് ബുൾ റണ്ണിൽ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് ഒരു 5 ഇരട്ടി വന്നിട്ട് 7500, 8000 ഒക്കെ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഡോട്ട് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈസിലി ഒരു $50 ഒക്കെ ആവാൻ പറ്റും. നമ്മുടെ ബാക്കി 80% റിസ്കി അസറ്റ്സ് എല്ലാം അടിച്ചു പോയാലും ഈ ഒരു എമൗണ്ട് 5x ആകുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ കിട്ടും. സോ ദിസ് ഈസ് അവർ എക്സിറ്റ് സ്ട്രാറ്റജി. ഇതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇതിൽ തന്നെ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള 3 അസറ്റ്സ് എടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്തീരിയം. അത് വളരെ സ്റ്റേബിൾ ആണ്, 1-2 ബുൾറൺ കണ്ടിട്ടുള്ളതാണ്. എല്ലാ ബുൾറണിലും മിനിമം ഒരു 6 to 8 ടൈംസ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ റിലേറ്റീവ്ലി സേഫ്. പിന്നീട് ഡോട്ടും സൊളാനയും ആസ് എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ അതും ഒരു 5 ഇരട്ടി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മുടെ ഫോൾ ബാക്ക് ഓപ്ഷനാണ്. ബാക്കി എല്ലാം അടിച്ചു പോയാലും ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് ഗ്യാരണ്ടി ആക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അറ്റ് എനി കോസ്റ്റ് നമ്മൾ ഇത് തൊടില്ല.
ഓക്കെ. പിന്നെ രണ്ടാമതുള്ളത് നമ്മൾ പറഞ്ഞു ഓരോ ബുള്ളണിലേക്കും പുതിയ പുതിയ ഇന്നോവേഷൻസും പുതിയ പുതിയ ഡിസ്റപ്ഷൻസും വരുമെന്നുള്ളത്. അപ്പോൾ അതിലത്തെ ഏറ്റവും നല്ല സാധ്യതയുള്ള 7 നെറേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കണം. 7 ഓരോ സെഗ്മെന്റിലും നമ്മൾ ഈ 2 കോയിനുകൾ വീതം എടുക്കണം. കാരണം ഓരോ സെഗ്മെന്റും നമ്മുടെ മൊത്തം പോർട്ട്ഫോളിയോയുടെ 10% നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് എങ്കിൽ 20,000 രൂപ സ്റ്റേബിൾ, റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള L1 L2 അങ്ങനത്തെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാക്കി 10% ഒരു 7 ഡിഫറെൻറ്റ് നരേറ്റീവ്സ്. കാരണം നമ്മൾ കണ്ടെത്തുന്ന എല്ലാ നരേറ്റീവ്സും പിക്ക് ആവണമെന്നില്ല. ചില നരേറ്റീവ്സ് അത് പൊന്തുകയേ ഇല്ല. ഇറ്റ് വിൽ സ്റ്റിൽ ഗോ ഡൗൺ ഈവൻ ഇൻ ദ ബുൾ മാർക്കറ്റ്. അങ്ങനെ പറ്റും. അപ്പോൾ അതുകൊണ്ട് വി ആർ പ്ലാനിങ് ടു ഡൈവേഴ്സിഫൈ സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഫ്രം സം സെഗ്മെന്റ് വി ഗെറ്റ് ഗുഡ് ഗെയിൻസ്. അതാണ് ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 10% ഒരു നരേറ്റീവിലേക്ക്, അങ്ങനെ 7 ഡിഫറെൻറ്റ് നരേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. പിന്നെ ഓരോ നരേറ്റീവും ചിലപ്പോൾ അടിച്ചു പോകും. അതിന് കാരണം ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഗ്ലിച്ചസ് ആയിരിക്കാം, എക്സ്പ്ലോയിറ്റ്സ് ആയിരിക്കാം, ഹാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ദ കമ്പനി വിൽ ഷട്ട് ഡൗൺ, പ്യുവർ റെഡ് പുൾ ആയിരിക്കാം. കാരണം നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് അൺറെഗുലേറ്റഡ് ആയതുകൊണ്ട് ദർ ഇസ് നോ ഗ്യാരണ്ടി. അപ്പോൾ നമ്മുടെ റിസ്ക് നമ്മൾ മിനിമൈസ് ചെയ്യാനായിട്ട് 7 പുതിയ നരേറ്റീവ്സും ഓരോ സെഗ്മെന്റിലും 2 കോയിൻസും നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. ദിസ് ഈസ് എ മസ്റ്റ്. അപ്പോൾ ആ 2 സ്റ്റേബിൾ ആയിട്ടുള്ളതിൽ 6%, റിലേറ്റീവ്ലി ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ളതിൽ പക്ഷേ ഹൈ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ളതിൽ 4%. അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്രിപ്റ്റോ നരേറ്റീവ് പഠിച്ചു കഴിഞ്ഞു, റിയൽ ഈൽഡ്. അപ്പോൾ റിയൽ ഈൽഡ് എന്നുള്ള നരേറ്റീവിൽ 2 കോയിൻസ് കണ്ടുപിടിച്ചു. ഒരെണ്ണത്തിൽ 6%, ഒരെണ്ണത്തിൽ 4% ഇൻവെസ്റ്റ് ചെയ്യണം. ഇതുപോലെ ബാക്കി 6 പുതിയ നരേറ്റീവ്സും കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ മൊത്തം 90% കവറായി കഴിഞ്ഞു. ബാക്കിയുള്ള 10% നമുക്ക് മീം കോയിൻസിനും അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സിനും വേണ്ടി ഉപയോഗിക്കേണ്ടത്. മീം കോയിൻസ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് എക്സ്ട്രീം ഗെയിൻസ്. അതാണ് ഇതിൻ്റെ ഒരു ജനറൽ ട്രെൻഡ്. ഭൂരിഭാഗം ശതമാനവും ഇത് അടിച്ചു പോകും. സോ 1% മാത്രമേ ഒരു മീം കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു മൊത്തം പോർട്ട്ഫോളിയോയിൽ നമുക്ക് മാക്സിമം 10 മീം കോയിൻസ് വരെ ആവാം. ഒരു മീം കോയിനിൽ 1% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യരുത് യാതൊരു കാരണവശാലും. 90% മീം കോയിൻസും അടിച്ചു പോകാനാണ് സാധ്യത. കാരണം ഒരു മീം കോയിൻ ഹൈപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ അറിയുള്ളൂ. അതിന് മുൻപ് റിസർച്ച് ചെയ്യുന്ന ചില ടെക്നിക്കുകൾ ഉണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിലും ആ ഒരു ഹൈപ്പ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് കണ്ടുപിടിച്ച് ഹാൻഡ് പിക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവായതുകൊണ്ട് 1% കൂടുതൽ യാതൊരു കാരണവശാലും മീം കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതും ഒറ്റയടിക്ക് ഉണ്ടാക്കരുത്. യു ഷുഡ് ഡു യുവർ റിസർച്ച്. കറക്റ്റായിട്ട് ഏതൊക്കെ സ്ട്രോങ് കോയിൻസിൽ വേണം, ഏതൊക്കെ നരേറ്റീവ്സിൽ ഏതൊക്കെ സബ് കോയിൻസ് വേണം എന്ന് മനസ്സിലാക്കി സ്വയം വിശ്വസിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഒരു ഇൻഫ്ലുവൻസറുടെയും വാക്ക് കേട്ടിട്ട് ചെയ്യരുത്. യു ഹാവ് ടു ഹാവ് കൺവിക്ഷൻ. കാരണം നിങ്ങൾ കണ്ടെത്തുന്ന ആ ഫാക്ടറി ചിലപ്പോൾ ഏറ്റവും ആദ്യം വരില്ല. ക്രിപ്റ്റോ ബുള്ളണിൻ്റെ തുടക്കത്തിൽ ഏറ്റവും ആദ്യം വേറെ നരേറ്റീവ് വരുമ്പോൾ ഇത് ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകരുത്. യു ഷുഡ് ഹാവ് എ സോളിഡ് പ്ലാൻ. റിമെമ്പർ, യു ഷുഡ് ബി എ മാൻ വിത്ത് എ പ്ലാൻ. ഓൺലി ദെൻ യു ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ ക്രിപ്റ്റോ. അപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണ്ടുന്ന ബഡ്ജറ്റ് നമ്മൾ ഫൈനൽ ഫിക്സ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള 3 കോയിൻസ് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 20% അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. യാതൊരു കാരണവശാലും അതെടുക്കരുത്. കാരണം ബാക്കി എല്ലാം അടിച്ചു പോയാലും ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് വലിയ തട്ടുകേടില്ലാതെ രക്ഷപ്പെടാൻ പറ്റും. മൂന്നാമത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ നരേറ്റീവ്സ് 7 എങ്കിലും മിനിമം കണ്ടുപിടിച്ച് ഓരോ സെഗ്മെന്റിലും ഈ 2 കോയിൻ വീതം അപ്ലൈ ചെയ്യണം. ആൻഡ് യുവർ സെക്ഷൻ ഫോർ ഈച്ച് സെഗ്മെന്റ് ഈസ് 10% മാത്രമേ പാടുള്ളൂ. അവസാനത്തെ ഒരു സെക്ഷൻ നമുക്ക് ട്രയൽ ആൻഡ് എററിന് വേണ്ടിയിട്ടുള്ളതാണ്. മീം കോയിൻസ് വന്നും പോയിക്കൊണ്ടിരിക്കും. കിട്ടിയ 20 ഇരട്ടി 30 ഇരട്ടിയൊക്കെ കിട്ടുകയും ചെയ്യും, പോയാൽ പോവുകയും ചെയ്യും. അങ്ങനെ റിസ്ക്. അതിൽ ഒരു മീം കോയിൻ 1% മാത്രം. ഇതാണ് സമ്മറി. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 7 ട്രെൻഡിന് 7, 2, 14 സ്റ്റേബിൾ ആയിട്ടുള്ള 3. അപ്പോൾ അങ്ങനെ ഒരു 17 കോയിൻ അല്ലെങ്കിൽ ഒരു 20 കോയിനാണ് നമുക്ക് മാക്സിമം ഒരു പോർട്ട്ഫോളിയോയിൽ പറ്റുള്ളൂ. ഇത് തന്നെ
സേഫ് ആക്കി പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ്. ആൻഡ് യു ക്യാൻ കസ്റ്റമൈസ് ഇറ്റ് ഡിപ്പെൻഡിങ് ഓൺ യുവർ റിസ്ക്. പക്ഷേ ഒരു ജനറൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫോൾ ബാക്ക് പ്ലാൻ വേണം, ഗെയിൻസ് മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം, ഹൈ റിസ്ക് എടുക്കാനുള്ള ഒരു പ്രൊവിഷനും വേണം. ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ടാണ് ഞാനൊരു സ്ട്രാറ്റജി പറഞ്ഞത്. ആൻഡ് റിമെമ്പർ, ഇതൊന്നും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വൈസോ അല്ല. ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും ഫിനാൻഷ്യൽ കണ്ടീഷൻസും റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയും മൈൻഡ് സെറ്റും ഒക്കെ വേറെയാണ്. സോ യു ഹാവ് ടു ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് യു ഹാവ് ടു ഡു കസ്റ്റമൈസേഷൻ ഓൺ ദിസ്. ഒരു കിടിലം പോർട്ട്ഫോളിയോയുടെ കോമ്പിനേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ കോമ്പിനേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് രണ്ടാമത്തെ പ്രശ്നം വരുന്നത്. കുറേ മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്താറുണ്ട് സാധാരണ. അതും നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു വട്ടം വരച്ച് ഇത്ര എന്ന് പറഞ്ഞതുകൊണ്ട് റിട്ടേൺസ് കിട്ടില്ല. റിട്ടേൺസ് കിട്ടണമെങ്കിൽ അതിന് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ വേണം. അതിൽ വരുന്ന കോമൺ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So if you like this video, please subscribe to this channel and share it with your friend who want to make it in crypto. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്, ഫെബിൻ ആൻഡ്രൂസ്.